അങ്ങനെ നന്ദന ബിഗ് ബോസ് വീടിന്റെ 10ാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ്. എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും കളിയിൽ വരാൻ പോകുന്നത്? മാറ്റങ്ങൾ വരും. കാരണം നന്ദന കയറിയിട്ടുണ്ട്. നോറയുടെ 11 വേണമെങ്കിൽ പറയാം. നോറ ഇപ്പോഴേ കിളി പറന്നിരിക്കുകയാണ്. കാറ്റ് പോയ ബലൂൺ കണക്കിരിക്കുകയാണ്. കാരണം നോറയ്ക്ക് അറിയാം, കഴിഞ്ഞ ആഴ്ച പവർ റൂമിനകത്ത് കയറിയിട്ട് ഇറങ്ങിപ്പോവാൻ കൽപ്പിച്ചു നോറ. ആ സംഭവം ഇവളെ ക്യാപ്റ്റനായിട്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ടും നോറയുടെ അടുത്ത് തിരിച്ചു കാണിക്കും. എന്തെങ്കിലും പ്രോബ്ലം നോറ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പോലും ഇത് പോയി നന്ദന സോൾവ് ആക്കുമെന്ന് തോന്നുന്നില്ല. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ് നന്ദന. ഇനി കഴിഞ്ഞ ഒരാഴ്ചത്തെ സംഭവത്തിൽ നിന്ന് നമ്മൾ കണ്ട സാധനമാണ്. പക്ഷെ ശ്രീരേഖ ഈ പറയുന്ന ക്യാപ്റ്റൻസി ടാസ്ക് എൻ്റെ പിന്നെ പൊളി പെർഫോമൻസ് ആയിരുന്നു. എന്താണ് ലൈവിൽ നടന്നത്? ലൈവ് അപ്ഡേറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് എനിക്ക് തോന്നുന്നു തമിഴ് ബിഗ് ബോസ് 7 ഞാൻ ഇങ്ങനെ ഒരു ടാസ്ക് കണ്ടതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മയില്ല. അതായത് മലയാള സീസൺ 5 ആണോ എന്ന് ഓർമ്മയില്ല, തമിഴാണെന്നാണ് എൻ്റെ ഓർമ്മയിൽ. സെയിം ടാസ്ക് ആണ് ക്യാപ്റ്റൻസി. എന്തായാലും ഞാൻ മലയാളത്തിലോ തമിഴിലോ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ടാസ്ക്. അപ്പോൾ സെയിം ടാസ്ക് ആണ്. വായിൽ ഒരു കൊടി കടിച്ചു പിടിക്കണം. സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു എൻഡിങ് പോയിന്റ് ഉണ്ട്. 4 കട്ടകളുണ്ട്. നമ്മുടെ ഇൻ്റർലോക്ക് ഇല്ലേ, അതുപോലെ 4 കട്ടകളുണ്ട്. 4 കട്ടയും ഇങ്ങനെ 1, 2, 3, 4 ഇങ്ങനെ വെച്ച് 2 കട്ടയിൽ നമ്മുടെ കാലും 2 കട്ടയിൽ നമ്മുടെ കൈയും പിടിക്കണം. എന്നിട്ട് ഒരു കട്ട എടുത്ത് ഫ്രണ്ടിൽ വെക്കുന്നു, അടുത്ത കട്ട എടുത്ത് ഫ്രണ്ടിൽ വെക്കുന്നു, നമ്മുടെ കാലെടുത്ത് കട്ടയിൽ ചവിട്ടുന്നു. താഴെ ചവിട്ടാൻ പാടില്ല. ഇങ്ങനെ കട്ടകൾ പറക്കി വെക്കുന്നു, അതിൽ എഴുന്നേക്കരുത്, ഇരുന്നുകൊണ്ട് കട്ടകൾ പറക്കി വെക്കുന്നു, അതിൽ മാത്രം ചവിട്ടി 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 സ്റ്റാർട്ടിങ് ടു എൻഡിങ് പോവുക. വായിൽ കടിച്ചു വെച്ചിരിക്കുന്ന ഫ്ലാഗ് താഴെ വീഴാതെ ആ ഫ്ലാഗ് അവിടെ വെക്കുക. തിരിച്ച് അതുപോലെ വരിക. മാക്സിമം നമ്പർ ഓഫ് ഫ്ലാഗ്സ് കളക്ട് ചെയ്യുക. ഓരോ തവണയും ഓരോ ഫ്ലാഗ് വെച്ചേ പറ്റത്തുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്കാണ്. നടുവേദന എടുക്കും, നമുക്ക് മസിൽ കയറും, ദേഹം ഫുള്ള് തരിക്കും. അങ്ങനത്തെ ഒരു ടാസ്ക്കാണ്. ശ്രീരേഖ, ശരണ്യ, നന്ദന 3 പേരും സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. സൂപ്പർ. എസ്പെഷ്യലി എടുത്ത് പറയാനുള്ളത് ശ്രീരേഖ. അവരുടെ ഈ ഏജിലും അവർ എന്ത് പെർഫോമൻസ്, അവർ കരയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നിന്ന്, പക്ഷെ അവർ സൂപ്പറായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ശരണ്യ അതുപോലെ തന്നെ. ശരണ്യെ കൊണ്ട് പറ്റണില്ല, ശരണ്യെ കൊണ്ട് പറ്റുന്നില്ല. ഈ ടാസ്ക് നമ്മൾ ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ഒരുമാതിരി ഇറുവി പിടിച്ച ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് നമുക്ക് നടുവൊക്കെ വേദനിച്ച്, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നടുവൊക്കെ വേദനിച്ചിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നമ്മുടെ ഡ്രസ്സ് ഊരി മാറ്റുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ഒരു സമാധാനം കിട്ടത്തില്ലേ. അതുപോലെ ശരണ്യയുടെ ഡ്രസ്സ് അറിയാലോ, നല്ല ഇറുകി വരഞ്ഞ ഡ്രസ്സായിരിക്കും. അപ്പം ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ശരണ്യക്ക് പെർഫോം ചെയ്യാൻ പറ്റും. കാരണം ശരണ്യ പെർഫോം ചെയ്ത് ഇങ്ങനെ കിടന്ന് ഈ ഡ്രസ്സ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ട് ഒന്നാമത് ഈ മസിൽ കയറുകയും നടുവേദനയൊക്കെ എടുക്കും. പക്ഷെ ആ ഒരു രീതിയിൽ നമ്മുടെ നന്ദന ഇട്ടുകൊണ്ട് പോയത് ഷർട്ടാണ്, സിജോയുടെ ഷർട്ടാണ് ഇട്ടുണ്ട്. അപ്പം നന്ദനെ കുറെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടി. ശ്രീരേഖയും ഒരു 3/4 വാച്ചാണ് ഇട്ടുകൊണ്ട് പോയത്. അഭിഷേകിൻ്റെ ആണെന്ന് തോന്നുന്നു. 3/4 അവിടെ അഭിഷേക് മാത്രമേ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളൂ. അതും ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ടമ്പർ ആയിട്ടുള്ള ഡ്രസ്സ്, ഈ പറയുന്ന നല്ല പാവാട, പിന്നെ ഷർട്ട്, ഇതൊക്കെയാണ് ഇതിന് പറ്റിയിട്ടുള്ള ഡ്രസ്സ്. അപ്പോൾ ആ ഡ്രസ്സ് ശരണ്യയുടെ ഡ്രസ്സ് ശരണ്യ ഭയങ്കര ബുദ്ധിമുട്ടി. കാരണം ശരണ്യ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ശരണ്യ ഇതെന്ന് കരുതിയില്ല. എല്ലാം ഇറുവി പിടിച്ച ഡ്രസ്സ് ആയതുകൊണ്ട് ഒന്ന് അനങ്ങാനും വയ്യ, ബിരിയാനും വയ്യ, ദേഹം മൊത്തം വേദനയും. ഇത് ശ്രീരേഖ ഇരുന്ന് കരയുന്നുണ്ട്. പക്ഷേ ടാസ്കിൽ നന്ദന ആദ്യം തന്നെ ലീഡ് ചെയ്യുന്നു. ശരണ്യയ്ക്കും ശ്രീരേഖയ്ക്കും ജയിക്കായിരുന്നു. പക്ഷേ ഇവർ തുടക്കത്തിൽ കട്ട പറക്കി വെക്കുന്നു, കട്ടയിൽ ചാടുന്നു, അടുത്ത് എഴുന്നേറ്റ് നിന്ന് അടുത്ത കട്ട പറക്കി വെക്കുന്നു. അപ്പോൾ പകുതി വരെ എത്തിയപ്പോൾ ഋഷി പറഞ്ഞു, ഋഷിയാണ് ക്യാപ്റ്റനാണ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്. അപ്പം ക്യാപ്റ്റൻ പറഞ്ഞു 1 പറയണം. കാരണം എന്താ, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല. നന്ദന തുടക്കത്തിലെ ഇരുന്നിരുന്ന് വന്നതുകൊണ്ടാണ്. നന്ദന 3 ഫ്ലാഗ് വെക്കുന്നു, ബാക്കിയുള്ളവർ 2 ഫ്ലാഗ് വെച്ചാണ് വെക്കുന്നത്. അങ്ങനെയാണ് നന്ദന ക്യാപ്റ്റനായിട്ട് മാറുന്നത്. ഇവർക്ക് എല്ലാവർക്കും നടുവേദന അടുത്തവർ വിളിച്ച് കിടക്കണം. എല്ലാവരും സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. പിന്നെ ഉള്ള ഒരു സംഭവമാണ്, പവർ ടീമിന് അത്ര പോരാ. ആലോചിച്ചാൽ സന്തോഷത്തിൽ ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ എനിക്ക് ബുള്ളി ഗ്യാങ്ങിന് പണി കിട്ടുമെന്നറിയാം. അൻസിബ അഭിഷേകിൻ്റെ അടുത്ത് പോയിരിക്കും. അഭിഷേക് പറയാണ്, അടുത്ത ആഴ്ച നമ്മൾ എന്തായാലും നോമിനേഷനിൽ വരുമല്ലേ. അല്ല, അഭിഷേകിന് എന്ത് നോമിനേഷൻ പേടിയാ? അഭിഷേക് ഇത്രയും ദിവസം പുള്ളിയിലൊന്നും ഇല്ലായിരുന്നു നമ്മൾ. അപ്പം അൻസിബ അത് ഉറപ്പല്ലേ, പവർ റൂമിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുമ്പോൾ എന്തോ ഒരു വിഷമം. അല്ലെങ്കിൽ നമ്മളെ നോമിനേഷനിൽ വരുന്നുള്ള കാര്യം ഉറപ്പല്ലേ. നമ്മൾ ആ കണക്കിനൊക്കെ ആണല്ലോ ഈ ആഴ്ച ബുള്ളി ചെയ്തത് എന്നുള്ള ലെവലിൽ. നന്ദന എന്തായാലും നോറെ കാണാനേ ഇല്ല, ഏരിയയിൽ കാണുന്നില്ല. എവിടെയെങ്കിലും മാറി ഇരുന്നെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്തായാലും നോറയെ നന്ദന തീർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട. ഇനി നന്ദന, എനിക്ക് ഒത്തിരി പ്രതീക്ഷയുള്ള ഒരാളാണ് നന്ദന. ക്യാപ്റ്റൻ ആകുമ്പോൾ നന്ദനയ്ക്ക് ഒരാഴ്ച ഇമ്മ്യൂണിറ്റിയാണ്. അപ്പം നന്ദനയ്ക്ക് ഇപ്പം നന്ദനയുടെ ലെവൽ നല്ല ഹൈയിലാണ് നിൽക്കുന്നത്, നല്ല ഹൈയില്. അത് ഈ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ തവണ ബിഗ് ബോസ് സീസൺ 5 ഹോട്ടൽ ടാസ്ക് വന്നപ്പോഴാണ് അതുവരെ നെഗറ്റീവായിട്ട് കിടന്ന ജുനൈസ് പോസിറ്റീവായത്. വിഷ്ണു അതുവരെ പോസിറ്റീവായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ വിഷ്ണു നെഗറ്റീവായി. ആ ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞതും നമ്മുടെ ജുനൈസ് പോസിറ്റീവായി. അതേ സാധനമാണ് ഇവിടെ നടന്നത്. നന്ദനയും ഈ പറയുന്ന ജാസ്മിനും എന്തോരം നെഗറ്റീവായിരുന്നു. ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞു, അതിനകത്ത് നടന്ന ഒരു ഇൻസിഡൻറ്റ് വെച്ച് ഈ ജാസ്മിനെ പുറത്ത് ഇതെല്ലാം ഈ അടിയൊക്കെ കിട്ടിയപ്പോഴത്തേക്കും
കുറേ സഹതാപത്തിൻ്റെ ഇത് വന്ന് അങ്ങോട്ട് എന്ത് പറ്റി, ജാസ്മിൻ അങ്ങ് പോസിറ്റീവായി. ഇനി ജാസ്മിൻ മര്യാദയ്ക്ക് പോയി കഴിഞ്ഞാൽ ജാസ്മിന് നെഗറ്റീവ് വലിയ രീതിക്ക് വരില്ല. പക്ഷേ ഇനിയും ഗബരെ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും നെഗറ്റീവ് വരും. ഇപ്പം ജാസ്മിൻ ഒരു ഫ്ലോയ്ക്ക് പോകുന്നുണ്ട്. അതുപോലെ അതിനേക്കാൾ സപ്പോർട്ടാണ് നന്ദനയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നന്ദനെ നല്ല ഡൗൺ ആയിരുന്നു. ഈ ഹോട്ടൽ ടാസ്കോട് കൂടി ഇവരെ പുറത്താക്കിയതും നന്ദൻ അവിടെ നിന്ന് ഭരിക്കുന്നതും പുറത്തുനിന്ന് ഇവർ കണ്ടന്റ് ഉണ്ടാക്കുന്നതും ഒക്കെ സൂപ്പറായിരുന്നു. ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു എപ്പിസോഡിലും ലൈവിലും കണ്ടുകൊണ്ടിരിക്കാൻ. അങ്ങനെയാണ് നന്ദനയും പോസിറ്റീവ് ആവുന്നതും നന്ദനയ്ക്കകത്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ വീട്ടുകാർക്ക് മനസ്സിലാവുന്നതും നന്ദന മെച്യൂരിറ്റി ഉണ്ടെന്നൊക്കെ ഇവരൊക്കെ പറയുന്നതും. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. നന്ദനയും ജാസ്മിനുമാണ് സത്യം പറഞ്ഞാൽ ഈ 2 ടാസ്ക് കൊണ്ട് നേട്ടം വന്നത്. നന്ദനയ്ക്കും ജാസ്മിനുമാണ്. അവർ ടാസ്കിൽ തോക്കുകയോ എന്തോ ആവട്ടെ, നന്ദനയ്ക്കും ജാസ്മിനും നല്ല നേട്ടം വന്നു. ശ്രീരേഖയുടെ പെർഫോമൻസ് കൂടുതൽ എടുത്തറിയാൻ പറ്റിയ ഒരു ടാസ്ക് ആയിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ട് നന്ദന ഒരാഴ്ച ക്യാപ്റ്റനായി കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് അടക്കി ഭരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നന്ദനയുടെ വായ്പ പെട്ട് കഴിഞ്ഞാൽ അതല്ല എന്തെങ്കിലും പറഞ്ഞാൽ നന്ദന വലിച്ചുരിച്ച് തൊലി ഉരിച്ച് വിടും. എന്തെന്ന് ഏതെന്നൊന്നുമില്ല. അപ്പം നന്ദന ഭരിച്ച് വീട്ടുകാരെന്തായാലും മുടിപ്പിക്കും എന്നുള്ള കാര്യത്തിലാണ് എനിക്കൊരു സംശയം. എന്തായാലും മുടിപ്പിക്കണം, എന്നാലും ഒരു രസമുള്ളൂ, ഒരു ഓളമുള്ളൂ. പവർ ടീമിന് എന്തായാലും ഓങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ചെറിയൊരു സംശയമാണ്. നന്ദനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ വീട്ടിലെല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ്. വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നന്ദനെ ഭയങ്കര ഇഷ്ടമാണ്. ഇവരാരും നെഗറ്റീവ് പറയുന്നില്ല, ബുള്ളി ഗ്യാങ് ഒഴിച്ച് ബാക്കിയുള്ളവർ. അപ്പം ഇവരെ ഈ നന്ദനെ വെച്ച് അവർ കളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് നന്ദന നെഗറ്റീവ് ആയിപ്പോയി. അതായത് സായി ആയിട്ട് നന്ദന ഭയങ്കര കൂട്ടാണ്, അഭിഷേകുമായിട്ട് ഭയങ്കര കൂട്ടാണ്, സിജോ ആയിട്ട് ഭയങ്കര കൂട്ടാണ്. ഇവർ 3 പേരായിട്ട് ഭയങ്കര കൂട്ടാണ്. ബാക്കിയുള്ളവർക്കും കൂട്ടാണ്, എന്നാലും ഇവർ 3 പേരായിട്ട് ഭയങ്കര കൂട്ടാണ്. ഏറ്റവും കൂടുതൽ സായും സിജോയും അഭിഷേക് ഇവർ ഭയങ്കര കൂട്ടാണ്. അപ്പം ഇവരിനി എന്തെങ്കിലും പറഞ്ഞ് ഇവർ 3 പേരും ബേസിക്കലി സായി ആയാലും സിജോ ആയാലും അഭിഷേക് ആയാലും തിരിക്കി വിടുന്ന ആൾക്കാരല്ല 3 പേരും. അല്ലെ 3 പേരും തിരിക്കി വിടുന്ന ആൾക്കാരല്ലാത്തതുകൊണ്ട് നന്ദന അടുത്തൊന്നും തിരിക്കി പറഞ്ഞു വിടാൻ സാധ്യതയില്ല. ഇവർ ഒരുമിച്ച്, ഞാൻ പറയുന്നത് എന്തായാലും ഇവർ 3 പേരെടുത്തും നന്ദന ഡിസ്കസ് ചെയ്യും ഓരോ കാര്യം, അത് ഉറപ്പാണ്. അപ്പം നന്ദന, സായി, സിജോ, അഭിഷേക് ഇവർ ഒത്തു നിന്നൊരു പ്ലേ ഈ ഒരാഴ്ച പോവുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലെവലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ പോണം, അല്ലാതെ ഈ സായിയും സിജോയും അഭിഷേകും കൂടെ തിരിച്ചു വിട്ട് ഇവരുടെ പ്ലേയിൽ ഉൾപ്പെടുത്തി നന്ദനെ വെച്ച് ഇങ്ങനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അൻസിബ ഋഷിയെ വെച്ച് കളിച്ചില്ലേ, ക്യാപ്റ്റൻ ഋഷി അൻസിബ പവർ റൂമിൽ ഇരുന്ന് നീക്കിയില്ലേ, അതുപോലെ നീക്കുകയാണെന്നുണ്ടെങ്കിൽ നന്ദന നെഗറ്റീവ് വരും. അല്ല എന്നുണ്ടെങ്കിൽ ഇവർ ഇപ്പം അവർ നിൽക്കുന്ന അവരുടെ ഒരു എന്താ പറയുക കോംബോ പുറത്ത് വരുന്നൊരു സിസ്റ്റർ ബ്രദർ കോംബോയാണ്. ഈ കോംബോയിൽ അവരുടെ ഗെയിം വ്യൂവിൽ സ്ട്രൈറ്റാ പോവുകയാണെന്നുണ്ടെങ്കിൽ നന്ദന ഉറപ്പായിട്ട് ലാസ്റ്റ് വീക്ക് വരെ എത്താനുള്ള വേല ഈ ഒരു ഒറ്റ വീക്ക് കൊണ്ട് കാണിക്കാൻ പറ്റും. അതാണ് ബിഗ് ബോസ്. ഏത് നിമിഷവും എന്ത് സംഭവിക്കും. ഈ സാധനം ഞാൻ ഈ പറഞ്ഞ പോലെ സായി, സിജോ, അഭിഷേക് ഇവർ 3 പേരും തരുന്ന ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എടുത്തുകൊണ്ട് നന്ദന പ്ലേ ചെയ്യുകയാണെങ്കിൽ ബഹുദൂരം മുന്നിലേക്ക് നന്ദന പോകും എന്നുള്ളത് ഈ ഒരു ഒറ്റ ആഴ്ച കൊണ്ട് നമുക്ക് പിടികിട്ടും. നോക്കാം. അടുത്ത ലൈവ് അപ്ഡേറ്റുകളും വിശേഷങ്ങളായിട്ട് വരാം. ഇനി ജയിൽ നോമിനേഷൻ ഉണ്ട്, അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.